എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനീഷ് മില്ലേനിയം, കോഴിക്കോട് സ്വദേശിയാണ്. ജോറ കയ്യത്തട്ടുങ്ക എന്ന സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത്. അറിയാം, യോഗി ബാബു എന്ന തെന്നിന്ത്യയിലെ തന്നെ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയവും പ്രശസ്തനുമായിട്ടുള്ള ഒരു ഹാസ്യതാരം അപൂർവമായി ചില നായക കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ നിങ്ങൾക്കൊക്കെ അറിയാം, മണ്ടേല എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കേരളത്തിലൊക്കെ തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ വളരെ ഹിറ്റായ ഒരു സിനിമയാണ്. അതിനുശേഷം പിന്നീട് ഒന്ന് രണ്ട് നായക കഥാപാത്രങ്ങൾ അദ്ദേഹം പാരഞ്ജിത്തിൻ്റെ ബോട്ട് എന്ന സിനിമയിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ ബൊമ്മൈ നായകി എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തു. പിന്നെ ബോട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തു. പിന്നീട് ഞങ്ങളുടെ സിനിമയിലാണ് നായകനായിട്ട് വരുന്നത് കഴിഞ്ഞ 2 വർഷത്തിനിടയിലുള്ള. അപ്പോൾ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിനെ നായകനാക്കി നിറയെ സിനിമകളിൽ അദ്ദേഹം തിരക്കുള്ള കഥാപാത്രമാണെങ്കിലും നായകനായിട്ട് അവതരിക്കുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണ്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ നായകനാക്കാനുള്ളൊരു അവസരം നമ്മുടെ സിനിമയ്ക്ക് കിട്ടി, ഞങ്ങൾക്ക് കിട്ടി. അദ്ദേഹം നായകനാകാം എന്ന് പറഞ്ഞു തന്നെയായിരുന്നു ഞങ്ങളുടെ സിനിമ എടുക്കാനുള്ള ഞങ്ങളുടെ പ്രചോദനം. അപ്പോൾ 2-2.5 വർഷം നീണ്ട ആ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമ പോലെയല്ല. തമിഴ് സിനിമ പല ഘട്ടങ്ങളിലായിട്ടാണ് പലപ്പോഴും ഷൂട്ട് ചെയ്യുക. സാമ്പത്തികവും എല്ലാം ഉൾപ്പെടെ ഉണ്ടായാൽ പോലും 1-1.5 വർഷം ഒരു സിനിമ പൂർത്തിയാവാനെടുക്കും. അപ്പോൾ അങ്ങനെ അത് പൂർത്തിയാക്കി. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത, ഈ സിനിമയുടെ നിർമ്മാതാവായ സാക്കിർ അലി മലയാളിയാണ്, അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് 1-2 ഹരീഷ് ചേട്ടനെ പോലുള്ള, ഹരീഷ് ചേട്ടൻ പക്ഷേ ഞങ്ങളെ മലയാളി എന്നുള്ള നിലയ്ക്ക് അല്ല ഈ സിനിമയിൽ ഭാഗമായത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ കേരളത്തിൽ ഉള്ളതിനേക്കാൾ അധികം പ്രശസ്തിയും ആരാധകരും അദ്ദേഹത്തിന് തമിഴ്നാട്ടിലുണ്ട്, തെലങ്കാനയിലുണ്ട്, ആന്ധ്രയിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൊമേഴ്ഷ്യൽ എലമെൻ്റ് എന്നുള്ള നിലയ്ക്കാണ് ഹരീഷ് ചേട്ടനെ ഞങ്ങൾ ക്ഷണിക്കുന്നത് നമ്മുടെ ഈ പ്രോജക്റ്റിലേക്ക്. ഒരു പോലീസ് വേഷമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരു മജീഷ്യൻ്റെ സ്റ്റോറിയാണ്. ഒരു സാധാരണക്കാരനായ കാലഹരണപ്പെട്ട, മാജിക് എന്ന് പറയുന്നതിനെ കാലഹരണപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ ഒരു മജീഷ്യൻ്റെ ഒരു കഥാപാത്രമാണ് യോഗി ബാബു ചെയ്യുന്നത്. അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന അസാധാരണമായ ചില സംഭവങ്ങൾ, അയാൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, അതിനെ മറികടക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് സിനിമയുടെ കഥാതന്തു. അപ്പോൾ യോഗി ബാബു എന്ന ആ വ്യക്തി ഏറ്റവും തിരക്കുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഇവിടെ എത്തിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. പക്ഷേ സമയപരിമിതി അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാലും വരാൻ ശ്രമിക്കും എന്നുള്ളൊരു വാഗ്ദാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏത് സമയവും, ഇന്നല്ല മറ്റേത് ദിവസങ്ങളിലും അദ്ദേഹം അപ്രതീക്ഷിതമായി വന്നേക്കാനുള്ള സാഹചര്യവുമുണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാനുള്ളൊരു അവസരത്തിന് വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ ഇത്ര പറയുന്നു. ബാക്കി വിശദാംശങ്ങൾ നിങ്ങളുടെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ജോറ കയ്യത്തട്ടുങ്ക എന്ന ഹലോ തമിഴ്നാട്ടിൽ റിലീസാവുന്നത് പോലെ തന്നെ അതേ ഡേറ്റ് തന്നെ മെയ് 16 കേരളത്തിലും റിലീസാവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും തികഞ്ഞ സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും. നമസ്കാരം. ഞാൻ ഈ ജോറ കയ്യത്തട്ടുങ്ക എന്നൊരു സിനിമയിലേക്ക് വിനീഷിനെ വിളിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നിയിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും വിനീഷ് ഡയറക്റ്റല്ല ആദ്യം വിളിക്കുന്നത്. അങ്ങനെ ഒരു കമേഴ്ഷ്യൽ രീതിയിൽ തന്നെയാണ് അതിൻ്റെ കോള് വരുന്നത്. എൻ്റെ മാനേജർ അടുത്ത് വരുന്നു, അങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. പിന്നീടത് വിനീഷുമായിട്ട് സംസാരിക്കുന്ന രീതിയിലേക്കായി മാറുകയായിരുന്നു. അപ്പോഴാണ് വലിയ സന്തോഷം തോന്നിയത്. ഞാൻ നാടകം കളിച്ച് വളർന്നതിൻ്റെ കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്നുള്ള ഒരു സംവിധായകൻ, അയാളൊരു തമിഴ് സിനിമ ഓൾറെഡി ചെയ്തു കഴിഞ്ഞ ആളാണ്. അയാൾ വീണ്ടും ഒരു തമിഴ് സിനിമ സംവിധാനം ചെയ്യുന്നു, അതും യോഗിയെ വെച്ച് ചെയ്യുന്നു. അപ്പോൾ അതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യാൻ വിളിക്കുന്നു. അപ്പോൾ നമുക്കൊരു വല്ലാത്ത സ്നേഹമുണ്ട്. നമ്മൾ നിറയെ തമിഴ് സിനിമയൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ നാട്ടുകാരനായ ഒരാൾ നമ്മളെ ഒരു തമിഴ് സിനിമയിലേക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസമാണ്. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസറാണെങ്കിൽ അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്, മലയാളിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ രസമായിരുന്നു ഈ സിനിമയിലേക്ക് എത്തിപ്പെടാൻ. പിന്നെ യോഗി ബാബു, ഞാൻ എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ ഞാൻ പറയുന്ന നമ്മുടെ ആണ്ടവൻ കെട്ടില എന്ന് പറയുന്ന വിജയ് സേതുപതിയുടെ ഒപ്പമുള്ള ആ സിനിമയാണ് എനിക്ക് തമിഴൊരു ബ്രേക്ക് എന്ന സിനിമ. ആ സിനിമയിൽ 2ാമത്തെ നായകനായിട്ട് അഭിനയിച്ച ആളായിരുന്നു യോഗി ബാബു. അന്ന് മുതലേ ഉള്ള ബന്ധമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിറയെ സിനിമകൾ
ചെയ്തിട്ടുണ്ട്. ഒരു 10ഓളം സിനിമകൾ അല്ലാതെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം യോഗിയായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അന്ന് മുതലേ ഉള്ളൊരു നല്ല ബന്ധമാണ്. അപ്പോൾ അത് ഈ സിനിമയിലാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് നേരം ദിവസങ്ങൾ അദ്ദേഹത്തോട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഏതാണ്ട് ആ സിനിമ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ മെയ് 16-ന് ചെന്നൈയിൽ 3 പടങ്ങളാണ് തമിഴ്നാട്ടിൽ റിലീസ്. ഒന്ന് സൂര്യയുടെ പടം, ഒന്ന് സന്താനത്തിൻ്റെ പടം, ഒന്ന് യോഗിയുടെ പടം. ഇവർ 3 പേരും തമിഴ് സിനിമയിലെ കൊമേഡിയന്മാരായിരുന്ന ആളുകളാണ്. അവർ 3 പേരും നായകന്മാരായിട്ട് വരുന്ന പടം അവിചാരിതമായിട്ട് ഒരേ ദിവസം റിലീസാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ഭംഗി ഉണ്ട്. ഇവരൊക്കെ തമ്മിൽ ആരോഗ്യപരമായ മത്സരം എന്ന് വേണം നമുക്കതിനെ പറയാം. കാരണം എല്ലാവരും നല്ല ബന്ധത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അതിന് വിനീഷിനെ സംബന്ധിച്ചോളം ആ വിനീഷിൻ്റെ ആ പേര് ചെന്നൈയിൽ എല്ലാവരും ഒരു നോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിപ്പെടുകയാണ് ആ ഒരു ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ. അതൊക്കെയാണ് സിനിമയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്നത്. ഇവർ ചെന്നൈയിൽ എനിക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ലായിരുന്നു. 2 ദിവസം മുന്നേ ആയിരുന്നു ചെന്നൈയിലെ പരിപാടി. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അന്ന് മറ്റൊരു ഷൂട്ട് കാരണം എത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിപ്പെട്ടതിനുള്ള സന്തോഷം അംഗീകരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശാന്തി റാവ്. സർ പറഞ്ഞ പോലെ 2 days മുമ്പ് ചെന്നൈയിലെ തമിഴ് ഫിലിം ജോറാ കൈത്തട്ടൻ്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഡ്രെംഡ് കി ഈ ഫിലിം മലയാളത്തിൽ റിലീസാവും. ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ ഇത് എൻ്റെ മലയാളം ഡെബ്യൂ ആവാൻ പോകുന്നത്. സോ ഇറ്റ്സ് ബിക്കം എ ബിഗ് തിങ് ഫോർ മീ. വിനീഷ് സർ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ആൻഡ് ജാക്കിർ സർ, താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതിൻ്റെ മുമ്പ് പറഞ്ഞു കി കേരള ഇസ് സെക്കൻഡ് ഹോം ഫോർ മീ. ആൻഡ് എനിക്ക് ഒരുപാട് ഒരു ഡ്രീം ഉണ്ടായിരുന്നു കി ഐ ഹാവ് ടു വർക്ക് ഇൻ മലയാളം സിനിമ. ഈ രീതിയിൽ ഞാൻ ഇത്ര പെട്ടെന്ന് ഐ വിൽ കം ഇൻ ടു ദിസ് ഐ നെവർ തോട്ട്. സോ ഐ എം വെരി എക്സൈറ്റഡ്. താങ്ക് യു ടു മൈ ടീം ആൻഡ് ടു മൈ കോ ആക്ടേഴ്സ്. ദാറ്റ് ടു യോഗി ബാബു സർ കൂടെ എല്ലാവർക്കും അറിയാം ദാറ്റ് ഹീസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ കൺട്രി റൈറ്റ് നൗ. ആൻഡ് യോഗി ബാബു ജെ കൂടെ ഓപ്പോസിറ്റിൽ ഐ വിൽ ബി വർക്കിംഗ്. ഐ ഡിഡ്ന്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. At the same time, நிறைய actors ഉണ്ട്. Sir, I didn't get to share screen space with you, but looking forward, sir. ഇങ്ങനെ I didn't think that, you will be introducing me. So thank you so much for this. So yeah, I'm very excited. Definitely എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് കി മൂവി റിലീസ് ആയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും എല്ലാവരും വന്നിട്ട് വിൽ മീറ്റ് യു ഓൾ ആൻഡ് വിൽ ടോക്ക് മോർ അബൌട്ട് ഇറ്റ്. താങ്ക് യു സോ മച്ച്. വളരെ കോമഡി ചെയ്യുന്നവർക്ക് തന്നെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് സിനിമ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് യോഗി ബാബു സാറിനെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തത്. അല്ല, കോമഡി ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്നുള്ള അതൊരു പരമമായ സത്യവും തന്നെയാണ്. എന്നാലും നമ്മൾ പ്രാക്ടിക്കലി അവർ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന അങ്ങനെ സീരിയസ് എലമെൻറ്റ്സ് കൈകാര്യം ചില സന്ദർഭങ്ങളെങ്കിലും നമ്മൾ ആലോചിക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ മണ്ടേല എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിൽ വരും. അതുപോലെ കർണൻ എന്ന സിനിമയിൽ, മാരി സെൽവരാജിൻ്റെ സിനിമയിൽ അദ്ദേഹം വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കാണുമ്പം മറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള ഹാസ്യതാരങ്ങളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ഇദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത്. അതൊരു പക്ഷേ വടിവേലു എന്ന് പറയുന്ന അതുല്യ നടൻ ഈ മാമന്നൻ എന്ന സിനിമയിലൂടെ മറ്റൊരു തലത്തിലോട്ട് മാറിയെങ്കിലും അത് ഒരുപാട് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു പക്ഷേ 3-ാം ഘട്ടമോ 4-ാം ഘട്ടമോ, അതായത് അവസാന ഘട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ യോഗി ബാബു ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വന്ന് 3-4 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ വ്യത്യസ്തമായ ക്യാരക്ടറുകൾ ചെയ്യാൻ അവസരം കിട്ടുകയും അതോടൊപ്പം തന്നെ കൃത്യമായ കോമഡി ട്രാക്കിൽ മെയിൻ സ്ട്രീമിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് മുഖ്യധാര രജനീകാന്ത് അടക്കമുള്ള, സൂര്യ അടക്കമുള്ള, അങ്ങനെ വിജയ് അടക്കമുള്ള സിനിമാ താരങ്ങൾ കൂടെ കൊമേഴ്ഷ്യൽ സിനിമേൻ്റെ ഭാഗവും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമയിലോട്ട് അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്യണം എന്നുള്ള, അദ്ദേഹത്തിന് ആ കഥാപാത്രം അദ്ദേഹത്തിൽ ഭദ്രമായിരിക്കും എന്നുള്ള തോന്നൽ രൂപപ്പെടുന്നത്. മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റും ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ മലയാളത്തിൽ നിന്ന് വന്നു എന്നുള്ളതിന്. അപ്പം ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിരുന്നത്? ഇത് എത്രത്തോളം പ്രേക്ഷകരിലേക്ക് കൺവേ ആവും എന്നാണ് കഥാപാത്രം നൽകാൻ ആഗ്രഹിക്കുന്നത്? ഏതൊരു കഥാപാത്രം ചെയ്യാൻ പുറപ്പെടുമ്പോഴും നമ്മൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സ്, സാഹചര്യം, അയാൾ വളർന്നു വന്ന ജീവിത രീതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ തന്നെയാണ് ആദ്യം അന്വേഷിക്കാറ്.
ഇതൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രൂപഘടന നമുക്ക് ബോധ്യമുള്ളൂ. എനിക്ക് മാത്രമല്ല ഏതൊരു ആക്ടർക്കും. അത് ഇപ്പോൾ വിനീഷായിട്ടാണെങ്കിലും മറ്റേതൊരു സംവിധായകനായിട്ടാണ് അതിനെപ്പറ്റി സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് കാല് വയ്ക്കാറുള്ളൂ. അതിപ്പോൾ മലയാളത്തിലാണെങ്കിലും ശരി, തമിഴിലാണെങ്കിലും ശരി, എല്ലാ സ്ഥലത്തും. പിന്നെ തമിഴ്നാട്ടിലേക്ക് മറ്റൊരു ഭാഷയിലേക്ക് പോകുമ്പോൾ ആ സെയിം ഇപ്പോൾ മലയാളത്തിൽ ചെയ്യുന്ന ഒരു കഥാപാത്രം തന്നെയാണെങ്കിലും അതിൻ്റെ സാഹചര്യം കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ സാഹചര്യത്തെ നമ്മളൊന്ന് നോക്കിക്കാണുക എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ളൊരു പോലീസുകാരൻ തന്നെയാണെങ്കിലും അവിടെയുള്ളൊരു പോലീസുകാരനൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ, അവർ ജീവിച്ച സാഹചര്യങ്ങളുടെ വ്യത്യാസം, അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്ന രീതികളിൽ മാറ്റം ഉണ്ടാവും. ചിലപ്പം മലയാളത്തിൽ വളരെ മെല്ലെ പറയുന്ന ഭാര്യയോട് സംസാരിക്കുന്ന ഒരു സീനാണെന്നുണ്ടെങ്കിൽ വളരെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു ഭർത്താവായിരിക്കാം ആ പോലീസുകാരൻ അയാളുടെ വീട്ടിൽ. അങ്ങനെയൊക്കെയുള്ള ഓരോ വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാം ചെയ്യാറ്. സാർ ഇപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ആളുകൾക്ക് റീച്ച്, ചിലത് നല്ല രീതിയിൽ റീച്ച് ആവും, ഒരു സിഗ്നേച്ചർ പോലെ ആവും, ചിലത് മറന്നു പോവാം. സാറിൻ്റെ മനസ്സിൽ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്ന കഥാപാത്രങ്ങളായിട്ട് ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ ഒന്ന് വിളിക്കാറും സംസാരിക്കാറുണ്ടോ? ധാരാളം കഥാപാത്രങ്ങൾ അങ്ങനെ പറയാറുണ്ട്. പണ്ട് സീരിയലിൽ ചെയ്തിരുന്ന കഥാപാത്രമായ കാക്കശങ്കറിനെ ഇപ്പോഴും ആളുകൾ പറയാറുണ്ട്. കൈതേരി സഹദേവനെ പറയാറുണ്ട്. ലൈഫ് ഓഫ് ജോസുട്ടിയിലെ ജോസഫ് ഏട്ടനെ പറയാറുണ്ട്. വർഷത്തിലെ മമ്മൂക്കയുടെ ഏട്ടനെ പറ്റി പറയാറുണ്ട്. അങ്ങനെ പറയാം. ഇപ്പം ലേറ്റസ്റ്റായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ദാസേട്ടൻ്റെ സൈക്കിളിലെ ദാസേട്ടനെ പറ്റി ആളുകൾ പറഞ്ഞു തുടങ്ങുന്നു. അതിപ്പം മനോരമ മാക്സിൽ റിലീസായതിൻ്റെ ഭാഗമായിട്ട്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഭാഗമുണ്ട്. അതിൽ ആ ഭാഗം വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ട്രാൻസ്ജെൻഡറുമായിട്ടുള്ള ഇയാളുടെ ഒരു ബന്ധത്തെക്കുറിച്ച്. സാധാരണ നമ്മൾ ഈ ഒരു വിഭാഗത്തെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതും ദാസൻ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള ഒരു വ്യത്യാസം. അപ്പോൾ അതൊക്കെ എടുത്ത് ആളുകൾ പറയും. നമ്മളെ യാത്രയിലൊക്കെയാണ് ആളുകൾ കാണുമ്പോൾ ഇപ്പോൾ എടുത്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയെ നോക്കിയാലും മലയാളം ഇൻഡസ്ട്രി നോക്കിയാലും പുതുമുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. മലയാളത്തിൽ വരുന്ന പുതുമുഖങ്ങളെ ഒന്നോ രണ്ടോ പടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതിന് വളരെ വിരളമാണ്. പക്ഷേ തമിഴിൽ ഒരു നല്ലൊരു കണ്ടന്റ് ഉള്ളൊരു സിനിമയാണ് വരുന്നതെങ്കിൽ അതിൽ പുതുമുഖമാണെങ്കിൽ ആളുകൾ അത് ഏറ്റെടുക്കുകയും പിന്നീട് കണ്ടിന്യൂസ് അങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി അവിടെ കിട്ടാറുണ്ട്. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ മലയാളവും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു? ഒരു തമിഴ് നാട്ടിലെ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുന്ന വെറുതെ തമാശയ്ക്ക് വേണമെങ്കിൽ പറയാം, അയാൾ സിനിമ എന്ന് പറഞ്ഞിട്ടാണ്, വേണമെങ്കിൽ കുറച്ച് അതിശയോക്തിപരമായിട്ട് ഞാൻ പറയുകയാണ്, അങ്ങനെയാണ് എഴുന്നേൽക്കുക. നമ്മളങ്ങനെയാണോ? അല്ല. കാരണം സിനിമ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ജീവവായു പോലെ. ഇങ്ങനെ അവരുടെ രാഷ്ട്രീയം കണ്ടിട്ടില്ലേ? അവരുടെ രാഷ്ട്രീയവും സിനിമയും തമ്മിൽ അത്ര ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സിനിമയിലേക്ക് വരുന്ന, സിനിമയുമായി ബന്ധപ്പെട്ട, അത് പുതുമുഖമാവട്ടെ പഴയ നടനാവട്ടെ, അവരുടെ ഓരോ പ്രവൃത്തികളും ഓരോ കാര്യങ്ങളും അവരെ വല്ലാതെ വിലയിരുത്തപ്പെടും. ആ വിലയിരുത്തലുകൾ ആണ് നമുക്കൊക്കെ കിട്ടുന്ന എല്ലാ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ വ്യത്യാസം നമ്മളെവിടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ അതിനെ ഒരു സിനിമയായിട്ട് തന്നെ കാണുന്ന ഒരു രീതിയാണ് പൊതുവേ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, നമ്മളെ കഴിഞ്ഞു പോയ കാലത്തുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഒരു സിനിമ നടൻ, ഒരു സിനിമ നടി എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ആണ് അതിനെ കണ്ടുപോകുക. അതുകൊണ്ട് ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് ചിത്രത്തൊന്നുമില്ല. അതിൻ്റെ വ്യത്യാസം ഇതാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. ഇപ്പോൾ യോഗി ബാബു സാറായാലും ഹരീഷേട്ടനായാലും ഒരു വലിയ വലിയ ലെജൻസുകളാണ് അവർ. കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ ഹരീഷേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു ലെസൺ എന്തായിരിക്കും? പഠിച്ചൊരു പാഠം എന്തായിരിക്കും പിള്ളേരുടെ? ഓണസ്റ്റ്ലി സാറിൻ്റെ കൂടെ ഞാൻ ആക്ച്വലി ഇൻ ദ മൂവിയിൽ എനിക്ക് കോമ്പിനേഷൻസ് ഇല്ല. ഇപ്പോൾ ആണ് സാറിനെ ബീറ്റ് ആവുന്നത്. ബട്ട് I think meeting him itself right now, down to earth, humble on earth. So I think that itself I'm picking it from him. I'm looking forward to working with you actually, especially in Telugu film, because sir ipo ettu kudal Telugu lo also cheyyunnundu. So but any language, ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മുമ്പ്, like with every actor in this film there's always something to learn. നമ്മളുടെ ഉള്ളിൽ അത് ദാറ്റ് യു കാൺ ജസ്റ്റ് കം ആൻഡ് ബി ലൈക്ക് നമ്മളുടെ വർക്ക് ചെയ്തിട്ട് പോവും, അങ്ങനെയൊക്കെ ഇറ്റ് ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. ജസ്റ്റ് ടു ബി ഓൺ സെറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് ഹൈ. ലൈക്ക് അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. സോ ഐ ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. ഇപ്പോൾ ഇറ്റ് ഡീഡ് നോട്ട് ബി ലൈക്ക് വലിയ സീന, ബിഗ് സീന, ചിന്ന സീന, യുനോ, ആൻഡ് സീന് മാത്രം. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് വർക്ക്. ലൈക്ക് അതിൻ്റെ മുമ്പ് ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് സം വൺ, ഫോർ ഇൻസ്റ്റൻസ് യോഗി ബാബുജി കൂടെ first shot, sir, I think and the first shot was somewhere during midnight, and I think njan tired I poi, but when I saw him for the first time,
from morning, രാവിലെ ഒക്കെ തുടങ്ങി he was working till midnight, but he came with so much energy. ഞാൻ അത് കണ്ടിട്ട് even I got motivated, so I think learning also എന്താണ്, you don't come today I'm going to learn this. Simple things also like will make a huge difference. So yeah, I think movie that was the thing with all my co-actors. So yeah, that is the thing. അപ്പം ഈ സിനിമയിലെ മാജിക് എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്താൻ, എന്ത് മാജിക്കാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്? അത് സിനിമയുടെ കണ്ടു കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യമാണ്. എങ്കിലും നിങ്ങൾ പറഞ്ഞതുപോലെ മാജിക്കിൽ ഒരു നമുക്ക് വിട്ടുപോയ ഒരുപാട് സംഗതികൾ നമ്മൾ വളരെയധികം ആഘോഷിച്ച അല്ലേ, PC സർക്കാർ സാറിനെ പോലെയുള്ള പ്രദീപ് ടിനോനെ പോലെയുള്ള പ്രദീപേട്ടനൊക്കെ നമ്മളെ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട മാജിക്കിന് ഒരാളായിരുന്നു. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ടെക്നോളജി ഇങ്ങനെ വളരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതായിരുന്നു അന്ന് അവർ കാണിച്ച മാജിക് അല്ല, ഈ ടെക്നോളജി വെച്ചിട്ടായിരുന്നല്ല, പക്ഷെ അന്നത് മാജിക്ക് തന്നെയാണ്. അപ്പോൾ മാജിക്കിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ടെക്നോളജിയെ തോൽപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മജീഷ്യൻ, അങ്ങനെയുള്ളൊരു മജീഷ്യൻ്റെ കഥയാണ്. അപ്പോൾ ആ കഥയിലേക്ക് വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഒക്കെയാണ് അതിലെ പ്രധാന കഥാസന്ദർഭം എന്ന് പറയുന്നത്. ഹരീഷേട്ടാ, ഇപ്പോൾ കഴിഞ്ഞൊരു ഏതൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു, ചിലപ്പോൾ കൈദി 2-ൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്ന കൈദി, അതിപ്പോൾ ലോകേഷോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് കേട്ടായിരുന്നു. അപ്പോൾ എന്തെല്ലാം അപ്ഡേറ്റ് പറയാൻ പറ്റുമോ? അത് ലോകേഷ് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ അതിലുണ്ട്. കാരണം വിക്രമിലേക്ക് വിളിക്കുമ്പോഴാണ് പറഞ്ഞത്, കാരണം വിക്രമിൽ ഈ കഥാപാത്രം കൊല്ലപ്പെടുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെ കൈദി ഫസ്റ്റ് കഴിഞ്ഞ് 25 ദിവസം കഴിഞ്ഞ് നടക്കുന്ന കഥയാണ് കൈദി സെക്കൻഡ്, കൈദി ഫസ്റ്റ് കഴിഞ്ഞ് 75 ദിവസം കഴിഞ്ഞ് നടക്കുന്ന കഥയാണ് വിക്രം. അപ്പോൾ ഈ മനുഷ്യനാണ് അവിടെ കൊല്ലപ്പെടുന്നത്, സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് വരണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ നമുക്കറിയാൻ പറ്റില്ല ലോകേഷാണ് ആള്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്നും പറയാൻ പറ്റൂല. ചേട്ടാ, ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ട്രാക്കിൽ നിന്ന് പോകുന്ന സമയത്താണ് ഈ കൈദി, വിക്രം പോലെ ചിത്രങ്ങൾ തമിഴിൽ വരുന്നത് വലിയൊരു ഹൈപ്പ് ഉണ്ടായി, വാവ്, അല്ലെങ്കിൽ അത് ആ സിനിമയ്ക്ക് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ നോക്കുകയാണ്, ഇപ്പം തുടരും ഇപ്പോൾ അടിപൊളിയായിട്ട് തിയേറ്ററുകൾ മുന്നേറി 200 കോടി ക്ലബ്ബിൽ കയറി മുന്നേ പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ പിന്നെയും പണ്ടത്തെ ഒരു എന്താ പറയുക, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകൾ എത്തിത്തുടങ്ങിയെന്ന് ആ ഒരു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും മലയാളത്തിൽ തുടരുണ്ടാക്കുന്നൊരു വിപ്ലവം തന്നെ നമുക്കതിനെ വിളിക്കാം. കാരണം വെച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില സമയത്ത് വിട്ടുപോയ ചില സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു തിരിച്ചു പിടിക്കലും കൂടിയാണ് രജപുത്രയുടെ ബാനറിൽ അത് നടക്കുന്നത്. അപ്പോൾ അത് ഒരു ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് അറിയാലോ, നമ്മുടെ ഒരു സിനിമകളുടെ ഒരു പാരമ്പര്യം എന്ന് പറയുമ്പോൾ സത്യേട്ടനെ, ശ്രീനിയേട്ടനെ, പ്രിയൻ സാറിനെ, ഇവരൊക്കെ എവിടേക്ക്, മേനോൻ സാറിനെ, ഇവിടേക്ക് എവിടേക്കോ മിസ് ചെയ്ത് പോയ ഇടങ്ങളിൽ നിന്ന് വീണ്ടും അത്തരം ഇടങ്ങളിലേക്ക് വീണ്ടും ക്യാമറ ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ അതിൽ മാത്രമല്ല നമ്മൾ സിനിമ നിൽക്കുക, പുതിയ കുട്ടികൾ പുതിയ രീതിയിലും സിനിമ ഉണ്ടാക്കുന്നത്, പക്ഷെ ഒരേ പാറ്റേണിൽ പോവാതെ മറ്റൊരു സ്ഥലത്തേക്കും കൂടെ അത് പോകാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ കുടുംബങ്ങളെ തിരിച്ച് തിയേറ്ററിലേക്ക് പിടിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. സൂപ്പർ സ്റ്റാർ പടങ്ങളല്ലാണ്ട് ചെറിയ ചെറിയ സിനിമകൾ എടുക്കുമ്പോൾ പലപ്പോഴും അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല. ചേട്ടൻ എന്താണ് അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത്? അത് നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു കണ്ടെത്തലുമാണ് കേട്ടോ. അത് നമ്മൾ ഇതിൻ്റെ നന്മകളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അത്തരം ചില ഭാഗങ്ങളിലേക്ക് കൂടെ നമ്മളുടെ ഒരു ആരാധന അതിര് കിടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ ആരാധന എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രത്യേക രീതിയിലേക്ക് മാറി മറിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അവർ തമ്മിലുള്ളൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ മാറുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാറുന്നതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. പക്ഷേ മലയാളത്തിൻ്റെ നമ്മളിപ്പോൾ തിരിച്ചു പിടിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന ഇടം ഇവിടെ നിന്നല്ല, ഇവിടെ ഒരുപാട് രസമുള്ള സംഭവങ്ങൾ. ഭരതൻ സാറിൻ്റെ സൂര്യയെ പോലെയുള്ള ഒരു നായിക നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ? ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു കറുത്ത പെൺകുട്ടിയെ കാണുമ്പോൾ ഭരതൻ ടച്ച് എന്നാണ് പറയുക, വളരെ ആരാധനയോടെ. കാരണം അത് സൂര്യ എന്ന് പറഞ്ഞ നടി ഉണ്ടാക്കിയ അത് ഭരതൻ എന്ന് പറഞ്ഞ സംവിധായകൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ നായിക നമുക്ക് മലയാളത്തിൽ ഇല്ലല്ലോ ഇപ്പോൾ, ഇല്ല. അതേപോലെ ഒരുപാട് നടന്മാരുടെയൊക്കെ ഇപ്പം സുകുമാരി ചേച്ചിയെ പോലെ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ അവരാണ് ദേശീയ അവാർഡ് വാങ്ങിയത്, അരപ്പട്ട കെട്ടിയത് മാളുവമ്മ. അപ്പം അത്തരം കഥാപാത്രങ്ങൾ ഇവിടെ ഇപ്പോഴും ഉണ്ടല്ലോ. നമുക്ക് ഒരുപാട് ആക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്. ആക്ടേഴ്സിനൊന്നും ഒരു പഞ്ഞുമില്ലയോ ഉള്ള സ്ഥലമില്ല. അവർ പിന്നെ ജോലി ഇല്ലാതെ ആകുമ്പോൾ 1-2 ദിവസത്തെ വർക്കുകൾ ചെന്ന് അങ്ങനെ പോകേണ്ട ഗതികളിലേക്ക് പോവുകയാണ്. അതിനു പകരം ഇത്തരം ചില സ്ഥലങ്ങളിലേക്കും കൂടെ ഈ സിനിമകൾ
സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അതിന് പ്രേക്ഷകരും കൂടി ഒരു പിന്തുണ നൽകേണ്ടത്. അപ്പോഴല്ലേ ഇത്തരം സിനിമകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടാ അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ഒരുപാട് സീനിയർ ആക്ടേഴ്സ് മലയാള ഇൻഡസ്ട്രിയിലുണ്ട്. ഇപ്പം പലർക്കും ഇപ്പോൾ വർക്കുകളില്ല, അല്ലെങ്കിൽ ഉണ്ടേ തന്നെ ഒന്നെങ്കിൽ ഏതെങ്കിലും ചെറിയ 1-2 സീനി വന്ന് പോയി. അത്ര എക്സ്പീരിയൻസ് ഉള്ളവരോ മലയാളികൾ ഒരുപാട് കണ്ട് നിൽക്കുന്നവർ തന്നെ ഇന്നിപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നു പോകുന്ന ലെവലിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം? അത് മലയാളികളുടെ സിനിമയുടെ കാഴ്ചപ്പാടുകൾ മാറുന്നതുകൊണ്ടാണോ, അതോ നല്ല നല്ല കഥകൾ വരാത്തത് കൊണ്ടാണോ? അതിൽ പ്രേക്ഷകനൊരു പ്രധാന പങ്കുണ്ട്. അതെന്തെന്ന് വെച്ചാൽ നമുക്ക് OTT വന്നിട്ട് കാണാം, TV വന്നിട്ട് കാണാം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട്. അതുകൊണ്ടാണ് തിയേറ്ററിലേക്ക് ഇപ്പം ആളുകൾ അങ്ങനെ എത്തിപ്പെടാത്തത്. പ്രത്യേകിച്ച് ചില സിനിമകൾ ക്ലിക്കാവുമ്പോൾ അതിൻ്റെ പിന്നാലെ ആളുകളുണ്ടെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പം AMMയിലൊക്കെയുള്ള ഒരുപാട് ആളുകൾ, ഒരു 50 ആളുകൾക്ക്, പ്രധാനപ്പെട്ട 50 ആളുകൾക്കേ വർക്കുള്ളൂ. ബാക്കിയുള്ള ഒരു 450 ആളുകളിൽ പിന്നെയും ഇടക്കാലത്ത് വന്നു പോകുന്നവരാണ് ബാക്കിയുള്ള 100 പേര്. ബാക്കിയുള്ള പിന്നെയും 350 പേര് കാണാനില്ല. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിനുള്ള കൂട്ടമായ ചിന്ത വേണം. അത് ആ പ്രേക്ഷകനും കൂടെ സിനിമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതിലേക്കൊരു ഒരു പങ്ക് പ്രധാനമാണ്. ഇതുപോലെ ഒരു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അതായത് ഇത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രചോദനമെന്ന് ആ കണക്ക് പുറത്തുവിടുന്ന ആളുകൾ ഇപ്പോഴും കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടില്ല. അപ്പം അതിനുള്ളിൽ തന്നെ പല നിർമ്മാതാക്കളും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇതിലൊരു വിഷയം, ഞാൻ അറിയുന്ന ഒരു വിഷയം ഞാൻ പറയുന്നത്, മലയാള സിനിമ നിർമ്മിക്കാൻ വന്ന ചെറിയ ചെറിയ പ്രൊഡ്യൂസേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം. അവർ ഈ കണക്ക് കേട്ട് മാറിപ്പോയി. ഏതാണ്ട് ഒരു 50% ആളുകൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിന്നിരുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ നിർത്തിവെച്ചിട്ടുണ്ട്, മാറിപ്പോയി. അതിന് പ്രധാന കാരണം ഈ കണക്ക് വെളിപ്പെടുത്തലാണ്. അത് അവരെ രക്ഷിക്കലാണോ ഇതാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പരിശോധിക്കണം. കാരണം ഇതിപ്പോൾ ഈ പുറത്തുവിടുന്ന കണക്കെന്ന് പറയുന്നത് കേരളത്തിലെ തിയേറ്ററുകളിലെ കളക്ഷൻ മാത്രമാണ്, നിർമ്മാതാവിൻ്റെ കളക്ഷൻ മാത്രമാണ് വിടുന്നത്. പക്ഷേ ആ സിനിമയെ സംബന്ധിച്ചോളം അന്യഭാഷ, അതർ ലാംഗ്വേജ് റൈറ്റ് ഉണ്ട്, മ്യൂസിക്കൽ റൈറ്റ് ഉണ്ട്, OTT റൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാറ്റലൈറ്റ് റൈറ്റ്, ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നാണല്ലോ ഒരു സിനിമയുടെ ഒരു പക്ഷേ ഇതൊന്നും പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അറിയണമെന്നില്ല. അവരെ ഈ കണക്ക് വിടൽ അവരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് സിനിമയെയും ബാധിക്കുന്നുണ്ട്. അതിപ്പോൾ അടുത്ത കാലത്ത് B. ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഇനി പ്രൊഡക്ഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം നമ്മളെക്കാട്ടും കൂടുതൽ അറിയുന്ന ആളുകളാണ് ഈ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇതിനൊരു പിന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിലേക്കൊക്കെ ഈ വരുന്നുണ്ടോയെന്ന്. അതൊരു വ്യവസായം നിന്നു കഴിഞ്ഞാൽ എത്ര അധികം ആളുകൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ ഒരു ഇതിലേക്കാണോ ഇത് പോകുന്നത് എന്ന് വരെ ഈ കണക്കുകൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതൊരു സത്യമാണ്. എന്തുകൊണ്ടാണ് തമിഴിലേക്ക് പോയൊരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊരു ഐഡിയയിലേക്ക് എത്തിയത്? ഈ കണക്കുകളൊക്കെ കേട്ട് പേടിയുണ്ടോ? കണക്ക് കേൾക്കുന്ന മുന്നെയാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ആലോചനയൊക്കെ നടക്കുന്നത്. ആദ്യത്തിൽ നമ്മളിത് മലയാളത്തിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ നമ്മുടെ ഡയറക്ടർ വിനീഷ് ഇതിനു മുന്നേ ഒരു പടം ചെയ്തിരുന്നത്, തീ കുളിക്കും പച്ചയും മരം എന്ന് പറഞ്ഞിട്ട്. അതിൽ യോഗി ബാബു ഒരു ചെറിയ, അന്ന് തുടക്കത്തിലാണ്, ചെറിയൊരു വേഷം ചെയ്തിരുന്നു. അപ്പോൾ ആ ബന്ധം വെച്ചിട്ട് ഈ കഥാപാത്രത്തിന് അനുയോജ്യമായ ഒരു ആക്ടറാണ് യോഗി ബാബു എന്നുള്ളൊരു ഐഡിയ നമ്മളെ ചർച്ചയിലൂടെ വന്നപ്പം വിനീഷ് ബന്ധപ്പെട്ട്. അപ്പം പിന്നെ യോഗി ബാബു അതുവരെ ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിനീഷ് ഒരു കോൾ ചെയ്തപ്പം തന്നെ വിനീഷിനെ മനസ്സിലാക്കുകയും ആ ശബ്ദം കേട്ട് മനസ്സിലാക്കുകയും യോഗി ബാബു ചെന്നൈയിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ ഞങ്ങൾ യോഗി ബാബുവിനെ പോയി കണ്ട് ഒരു 10 മിനിറ്റ് കഥ പറയുകയും വിനീഷിനോടുള്ള കമ്മിറ്റ്മെൻ്റ് കൊണ്ട് ഡേറ്റ് തരികയും ഈ സിനിമ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ മലയാളത്തിൽ പടം ചെയ്യുന്നതിനെക്കാട്ടും സേഫ്റ്റി ഒന്നും കൂടിയും തമിഴ് തന്നെയാണെന്നുള്ള രീതിയിലും തമിഴ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ശരിക്കും അമ്മ എന്നുള്ളതാണ് പലരും ഉച്ചരിക്കാറ്. അതിനോട് കുറേ ആൾക്കാർക്ക് വിയോജിപ്പുണ്ട്. ശരി, അരീഷേട്ടന് വിയോജിപ്പുണ്ടോ? അതുകൊണ്ടാണോ AMA എന്ന് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ള പാർട്ടിയെ CPIM
എന്നാണ് പറയാറ്. അങ്ങനെ പറഞ്ഞാൽ ഗോവിന്ദൻ മാഷ് ആരോടും ദേഷ്യം പിടിക്കില്ല, പിണറായി സഖാവും ആരോടും ദേഷ്യം പിടിക്കില്ല. പിന്നെ AMMA എന്ന് പറഞ്ഞത് ഒരു തെറിയല്ല, തെറ്റായൊരു വാക്കല്ല, ആ സംഘടനയുടെ പേരാണത്. അത് കൂട്ടി വിളിക്കുന്നവർക്ക് വിളിക്കാം, കൂട്ടാതെയും വിളിക്കാം. കൂട്ടത്തിലില്ലാത്തവർക്ക് കൂടാതെ വിളിക്കാമല്ലോ. ഞാൻ ആ കൂട്ടത്തിലില്ല. ഓക്കെ, ഇതിൽ വിയോജിപ്പുള്ളവരാണ് കൂടുതലായിട്ട് ഇതിനോട് ഈ പേര് കൂട്ടിച്ചേർക്കാതെ ഇതിനെ AMMA. അതെ, അതിലുള്ള വിയോജിപ്പുള്ളതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. സിനിമ എന്ന മേഖല ഒരു സെക്യൂർഡ് ആയിട്ടുള്ള മേഖലയല്ല. സിനിമ എന്ന് പണ്ടൊരു സിനിമ എന്ന് പറയുമ്പോൾ അഭിനയിക്കാൻ ഒരുപാട് കൊതിയുള്ളവരും സിനിമയിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈയിടെ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി വേട്ട, സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകൾ കാണുന്നതാണ്. ശരിക്കും സിനിമ എന്ന മേഖല ഒരു സെക്യൂർഡാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വരുന്ന അല്ലെ കുറേ യുവതലമുറയിലുള്ള കുറേ പേര് തന്നെ സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ ബാക്കൗട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ല, സിനിമ എന്നല്ല, ജീവിതം തന്നെ അങ്ങനെ സെക്യൂർഡായ ഒരു സാധനമല്ലല്ലോ. അങ്ങനെ ആരെയും തെറ്റിദ്ധരിക്കുന്ന തെറ്റല്ലേ. ഒരു നമ്മളിങ്ങനെ വളരെ സേഫായൊരു സ്ഥലത്ത് കൂടെ എത്തിയിട്ട് ഇങ്ങനെ ഇവിടെ എത്തില്ലല്ലോ. എനിക്ക് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് തെന്നി വീണിട്ട് ഈ സൈഡിൽ കൂടി തന്നെ നടക്കാൻ തുടങ്ങുന്നത്. അതിൻ്റെ ഉള്ളിലുള്ളൊരു സാധനമാണ്, ജീവിതത്തിനുള്ളിലൊരു സാധനമാണല്ലോ സിനിമ. അതിൽ അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. അത് സിനിമയുടെ പ്രശ്നമല്ല. അത് പോകുന്ന ആളുകൾ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, അവൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ഓരോന്നിനോടുമുള്ളവൻ്റെ കാഴ്ചപ്പാട് എന്താണ്, സ്ത്രീകളോടുള്ളവൻ്റെ കാഴ്ചപ്പാട് എന്താണ്, അങ്ങനെയൊക്കെ അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അയാളുടെ സുഖജീവിതത്തോടുള്ള അയാളുടെ കാഴ്ചപ്പാട് എന്താണ്, ലഹരിയോടുള്ള അയാളുടെ കാഴ്ചപ്പാട്. ഇതിനൊക്കെ അനുസരിച്ചിരിക്കും അയാളുടെ ജീവിതം സിനിമയിലും. അല്ലാതെ സിനിമയ്ക്കായിട്ടൊരു പ്രത്യേക ഒരു സ്വഭാവക്കേടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ പേര് വരുമ്പോഴും എൻ്റയർ ആളുകളെയാണ് ബാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യണോ അപ്പം നീയും ഇങ്ങനെ ആയിരിക്കും എന്നൊരു ടോക്ക് വരാറുണ്ട്. അല്ല, അവിടെ നിന്നൊക്കെ കാലം കുറേ മാറിയില്ലേ. തലമുറയിൽ നിന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പം നമ്മൾ എത്ര അധികം അങ്ങനെ ഒരു ചിന്താഗതിക്കുള്ളൊരു കാലഘട്ടം നമ്മൾ വളരെ മുന്നോട്ട് പോയി. അത് സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്നൊരു സാധനം. പക്ഷെ അതിനൊക്കെ വളരെ കുറവായ ആളുകൾ. അപ്പോൾ സിനിമയിലുള്ള എല്ലാവരും അങ്ങനെയല്ല എന്ന് സിനിമക്കാർ പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം എല്ലാവരും അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ. എത്രയോ നല്ല നല്ല മനുഷ്യർ സിനിമയിൽ പ്രവർത്തിക്കും. ഇപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ സംഘടനയുമായിട്ടാണ് വിയോജിപ്പുള്ളത്. ആ സംഘടനയിലുള്ള എല്ലാവരുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ്, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ പലരും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ട്. മലയാളത്തിലും അങ്ങനെ പലരും വന്നിട്ടുമുണ്ട്. ഇപ്പോൾ അഭിനയം വിട്ട് അവർ ജനപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ജനകീയമായിട്ട് അവർ ഇറങ്ങുമ്പോൾ, അത് അവർക്ക് സക്സസ്ഫുള്ളി അത് കോമ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു സത്യസന്ധമായിട്ട് അതിനെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? മലയാളത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല. നമുക്കിപ്പോൾ മലയാളത്തിൽ ഗണേശേട്ടനാണ് ഒരാളുള്ളത്. അദ്ദേഹം പാരമ്പര്യമായിട്ട് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു കേരള കോൺഗ്രസ് എന്നുള്ള ആ ഒരു രീതിയിൽ വന്ന ആളാണ്. അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിയിട്ടൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് മുന്നണിയിലാണെങ്കിലും. അത് കഴിഞ്ഞിട്ട് വന്ന ഓരോരുത്തരും പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അതൊക്കെ ഒരു എന്താണ്, പടം ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞു ഇനി എന്ന് രാഷ്ട്രീയത്തിലേക്ക് കയറാം എന്നൊക്കെ വിചാരിച്ച് വന്നവരെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതിൽ ശരിക്കും കൃത്യമായിട്ടൊരു നിലപാട് പോലെ എനിക്ക് തോന്നുന്നത് തമിഴ് സിനിമയിൽ വിജയുടെ എൻട്രിയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ. കാരണം സിനിമയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങളെ സേവിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി കാണും. അല്ലാതെ ഒരു തളർച്ച ഉണ്ടായി കഴിഞ്ഞിട്ട് ഇനി നിലനിൽക്കുക അതല്ല. അപ്പോൾ അതിലൊരു സത്യസന്ധത ഫീൽ ചെയ്യുന്നുണ്ട് വിജയുടെ ഒരു എൻട്രിയിലേക്ക്. അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. അതൊക്കെ ഇങ്ങനെ കുറേ പ്രശസ്തിയും പേരും ഉള്ളത് കൊണ്ട് അതൊരിക്കലും പാർട്ടികളൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യരുത്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇത്ര അടി കൊണ്ട് ലാത്തിച്ചാർജ് നടത്തി വരുന്ന ഒരുപാട് നല്ല കാര്യപ്രാപ്തിയോടുകൂടി രാഷ്ട്രീയത്തിൽ എല്ലാ മുന്നണികളിലുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത്. വളരെ ചെറുപ്പക്കാരായ ആളുകൾ ധാരാളം. തമിഴ്നാട്ടിൽ 120ഓളം തിയേറ്ററാണ്, ഇവിടെ ഒരു 40ഓളം തിയേറ്റർ ഉണ്ടാവും. ഇല്ല, നാടകം കുറച്ചായിട്ട് ചെയ്യാറില്ല. ഒരു 2007 സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പം അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് സിനിമകളിലേക്ക് വന്നതുകൊണ്ടാണ്. കാരണം നാടകം ചെയ്യാൻ നമുക്ക് നല്ലൊരു സമയം വേണം. ആ സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ സിനിമ പോലെ പെട്ടെന്ന് പോയി ചെയ്യാവുന്നൊരു സൈസല്ല. ഒരുപാട് സമയം വേണ്ടതുകൊണ്ട് മാത്രം മാറ്റി വെച്ചതാണ്. പിന്നെ നാടകം ഞാൻ അത്രയും അധികം കളിച്ചു കഴിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് സിനിമയിലേക്ക് വരുന്നു. പിന്നെ വേറൊരു സത്യാവസ്ഥ എന്താ വെച്ചാൽ നാടകത്തിനെക്കാട്ടും സാമ്പത്തികമായിട്ട് നല്ല വ്യത്യാസമുള്ളൊരു സ്ഥലമാണ് സിനിമ. സിനിമയിലിപ്പോൾ
നാളെ നാടകത്തിലാണത്. ഞാൻ എപ്പോഴും പറയുന്ന കേസാണ്, നാടകം കാണാൻ ആളുകൾ വരും, ഒരു തിയേറ്റർ ഉണ്ടാക്കണം, ടിക്കറ്റ് എടുത്ത ആളുകൾ നാടകം കാണാനുള്ള തിയേറ്റർ എല്ലാ ജില്ലകളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നാടകക്കാരൊക്കെ ടാക്സ് അടയ്ക്കുന്നവരായി മാറും. അപ്പോൾ അങ്ങനെ നാടകങ്ങൾ ജനങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ സാമ്പത്തിക ഇതൊക്കെ വ്യത്യാസപ്പെടും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ച് നാടകത്തിലേക്ക് പോക്ക് ചെയ്യുമോ, എല്ലാവരും, ഞാൻ മാത്രമൊന്നുമല്ല, അങ്ങനെയൊക്കെ സംഭവിക്കാം. എങ്ങനെ എന്താ പുതിയ തലമുറയ്ക്ക് എന്താ കാഴ്ചയില്ലേ? അത് സിനിമ മാത്രം ഉള്ളത് കൊണ്ടല്ലേ, നിങ്ങൾക്ക് കിട്ടാനില്ലാത്തത് കൊണ്ടല്ലേ. നാടകം നിങ്ങളുടെ തൊട്ടടുത്ത് കിട്ടാനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നാടകം വന്ന് കാണും. നിങ്ങൾക്ക് അമ്പലപ്പറമ്പിൽ മാത്രമുള്ള ഒരു കളി മാത്രമൊന്നുമല്ല നാടകം. നാടകം എന്ന് പറഞ്ഞാൽ സിനിമയേക്കാൾ എത്രയോ 20 കൊല്ലം മുൻപാണ് ഇപ്പോഴും നടക്കുന്നത്. സിനിമ പോലും പല പരീക്ഷണവും നാടകത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല സിനിമകളുടെയും എത്രയോ സംഭവങ്ങൾ വന്നു പോയി കഴിഞ്ഞതല്ലേ. പല പല എത്രയോ നാടകങ്ങളിൽ നിന്നല്ലേ സിനിമകളൊക്കെ ഉണ്ടായി വന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ അമ്പലപ്പറമ്പുകളിലായാൽ പോലും പഴയതുപോലെ ആൾക്കാർ വരുന്നില്ല, അല്ലെങ്കിൽ നടക്കുന്ന പ്രോഗ്രാംസ് എല്ലാം വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും നാടകമായാലും ഗാനമേളയായാലും എന്തിനും ഒരു പങ്കാളിത്തമുള്ളത്. അത് ഈ പറഞ്ഞ പോലെ അവൈലബിലിറ്റി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, ആൾക്കാർക്കപ്പോൾ സിനിമയോട് മാത്രമുള്ള ഒരു പാഷൻ ആയതുകൊണ്ടാണ്. അല്ല, സിനിമ കാണാൻ ആളില്ലല്ലോ. സിനിമ കാണാൻ ആളില്ലാത്തത് കൊണ്ടല്ല അങ്ങോട്ട് പൈസ കൊടുത്ത്, നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് ആദ്യത്തെ ദിവസം സിനിമ ഇവിടെ നടത്തുന്നത്. ഇതൊക്കെ സത്യമല്ല, ഇതൊക്കെ എന്തിനു മൂടി വയ്ക്കുന്നത് നമ്മൾ. ആളുകൾക്ക് അങ്ങോട്ട് പണം കൊടുത്ത് ഓരോ ഗ്രൂപ്പിലും ടിക്കറ്റ് ഫ്രീ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ആളുകൾ കയറി വരുന്നത്. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സിനിമ ഒന്ന് കയറി കൊളുത്തി കിട്ടിയാൽ അതിൽ പിന്നെ 4-3 ദിവസം കഴിഞ്ഞ് ആളുകൾ വരുന്നു. സിനിമ കാണാൻ ആളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ OTT കിട്ടാനുണ്ട്, ഇതിലുണ്ട്, അപ്പോൾ ആ ബിസിനസ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വരാത്തത്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ നമുക്ക് ഒരുപാട് ഇതുണ്ട്, എന്താ പറയുക, അമ്പലപ്പറമ്പിലേക്ക് പഴയ പോലെ നാടകം കാണാൻ ആളുകൾ എത്താത്തതും പല ഗാനമേളയാണെങ്കിലും എന്താണെങ്കിലും അതിന് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ പുറത്തുള്ളത് കൊണ്ട് മാത്രം. പണ്ട് അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമുക്കൊരു വിരൽ ഞെക്കിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മളെ കയ്യിലിരിക്കുന്ന കാലത്ത് ആ വ്യത്യാസം ഉണ്ടാവും. അത് ഏതൊരു കലയ്ക്കും ഉണ്ടാവും. പ്രേക്ഷകരോട് നിങ്ങൾ പോയിട്ട് എല്ലാവരും ഈ സിനിമ കാണുക. കേരളത്തിൽ പ്രത്യേകിച്ച് 40 തിയേറ്ററുകളിൽ ഈ സിനിമ ഉണ്ട്. യോഗി ബാബു എന്ന് പറഞ്ഞ നടനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഏത് ടൈപ്പ് ക്യാരക്ടറും ചെയ്യുന്നൊരു മനുഷ്യനാണ്, അസാധ്യ നടനാണ് അദ്ദേഹം. വളരെ കോമഡി ആയിട്ടും ചെയ്യും, അതേസമയത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞ പോലത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ സിനിമകളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായൊരു ക്യാരക്ടറാണ്. പിന്നെ വിനീഷിൻ്റെ അദ്ദേഹം ഒരുപാട് സമയമെടുത്ത് ആലോചിച്ചെടുത്ത് ചെയ്ത സിനിമയാണ്. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള ക്യാമറാമാൻ എന്ന് പറയുന്നത് മധു അമ്പാട്ട് സാറാണ്. നമുക്കറിയാലോ, നമുക്ക് വൈശാലി പോലെയുള്ള, അമരം പോലെയുള്ള സിനിമകളൊക്കെ തന്ന മധു അമ്പാട്ട് സാറാണ് ഇതിൻ്റെ ക്യാമറാമാൻ. അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് വർക്ക് ചെയ്ത രസകരമായൊരു സിനിമയാണ്. അപ്പം നിങ്ങൾ പോയിട്ട് കാണുക, കണ്ടിട്ട് അതിൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക, ഞങ്ങളെ വിവരം അറിയിക്കുക. വയലൻസിൻ്റെ അതിപ്രസരം തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പുതിയ കാലഘട്ടത്തിൽ ലഹരി പോലുള്ള ദുരുപയോഗം തീർച്ചയായിട്ടും അത് സിനിമയെയും സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതും വലിയ ചർച്ചയ്ക്കൊന്നും ഇടയില്ലാത്ത വിധത്തിൽ സത്യസന്ധമായ കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമുക്കത് ഒരു കോൺട്രവേഴ്ഷ്യൽ ആയാലും അത് പറയാതിരിക്കാൻ വയ്യ. സെൻസർ ബോർഡുകളുടെ ഓരോരോ സിനിമയോടുള്ള സമീപനം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതെന്താണ് അവിടെ സംഭവിക്കുന്നതെന്നുള്ളത് യാതൊരു ധാരണയുമില്ല. അത് തമിഴിലായാലും ശരി, മലയാളത്തിലായാലും ശരി. തല തെറിച്ച് പോകുന്ന, ഒരു വാളുകൊണ്ട് വെട്ടിയാൽ തല 4ആയിട്ടും അല്ലാതെയായിട്ടും ചെതറിത്തെറിച്ച് പോകുന്ന രംഗങ്ങൾക്ക് വരെ ക്ലീൻ UO അല്ലെങ്കിൽ UAO കിട്ടിയ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം ഒരു പാവപ്പെട്ടവനെടുത്ത അല്ലെങ്കിൽ ഇടത്തരക്കാരായിട്ടുള്ള സംവിധായകരോ ബാനറുകളോ പ്രൊഡക്ഷൻ കമ്പനികളോ എടുത്ത സിനിമകൾക്ക് വളരെ നിസ്സാരമായ തെറ്റുകൾക്ക് പോലും UAO AO ചാർത്തി കൊടുക്കുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. കിട്ടിയ ഒരു സിനിമയുടെ ഇരയാണ് ഞാൻ. തീ കുളിക്കം എന്ന് പറയുന്ന 12-13 വർഷം മുൻപ് എടുത്തിരുന്ന, ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യരുത് എന്ന് കലയോടുള്ള എന്തോ ഒരു തെറ്റായത് എന്ന് പിന്നീട് ഞാൻ വ്യാഖ്യാനിക്കുന്ന, അറിഞ്ഞുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന ഒരു അഭിനിവേശം കൊണ്ട് കോംപ്രമൈസ് ഇല്ലാതെ ചെയ്ത ഒരു സിനിമയായിരുന്നു അത്. അപ്പോൾ കിട്ടി, ഫോർ വയലൻസ്. അപ്പോൾ പിന്നീട് ഞാൻ പിന്നീട് ഇറങ്ങിയ പല സിനിമകളും കണ്ടു. ഞാൻ എടുത്തു പറയാനൊന്നും എനിക്ക് മടിയില്ല. രജനീകാന്ത് സാറിൻ്റെ ആയാലും വിജയ് സാറിൻ്റെ ആയാലും
അവരുടെയൊക്കെ പല സിനിമകളിലും അതിഭീകരമായ രക്തരൂഷിതമായ രംഗങ്ങൾ കാണുമ്പോൾ ആ പല രംഗങ്ങളും പോയിട്ട് പോലും കിട്ടിയ സന്ദർഭങ്ങൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. ഇപ്പോൾ ഈ സിനിമയിൽ പോലും സിനിമ UA 13+ ആണ് ഞങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്. അത് വെച്ച് പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി പറയാവുന്നതാണത്. മയിര് എന്ന വേർഡാണ് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ കുറേ കൂടി ഒരു തെറിവേർഡായിട്ട് നമ്മൾ കണക്കാക്കും. പക്ഷേ അത് ഭാഷാശാസ്ത്രപരമായിട്ട് രോമം എന്നാണ് അതിൻ്റെ അർത്ഥം, നമുക്കൊക്കെ അറിയാം. അത് താരതമ്യേന ലഘൂകരിക്കപ്പെട്ട ഒരു ശകാരവാക്ക് മാത്രമാണ് തമിഴിൽ. പക്ഷേ അത് മ്യൂട്ട് ചെയ്യപ്പെടാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പോലും താരതമ്യേന അത്രത്തോളം ഒട്ടും ഗുരുതരമല്ലാത്ത കാര്യങ്ങൾ പോലും അതിൻ്റെ മുകളിൽ മ്യൂട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് UA സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊക്കെ കാണുന്ന തമിഴ് സിനിമകളിലൊക്കെ ഏറ്റവും ചുരുങ്ങിയത് UAയോ AO കിട്ടിയില്ല. ആ U എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് തന്നെ അവിടെ 10% സിനിമകൾക്ക് പോലും ഉണ്ടാവില്ല. പക്ഷെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. സമീപകാലത്തുണ്ടായ വിവാദം നിങ്ങൾക്കറിയാം, ഒരു മലയാളത്തിലൊരു വലിയ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുനഃപരിശോധിക്കപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട സംഗതിയാണ്. 100% അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വളരെ ഗുരുതരമായ ഏകപക്ഷീയവും വികലവുമായിട്ടുള്ള പല നടപടികൾ തുടർന്ന് കൊണ്ടേയിരിക്കപ്പെടും. അതിന് പിന്നിൽ എന്താണ് കാര്യകാരണങ്ങളെന്ന് മീഡിയ തന്നെയാണ് ചർച്ചയിലോട്ട് കൊണ്ടുവരേണ്ടത്. ഈ സിനിമ പരമാവധി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, കാരണം ഹരീഷേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ് സിനിമയിലെ അതിപ്രശസ്തരായിട്ടുള്ള താരങ്ങളാണ് യോഗി ബാബു, സൂരി, സന്താനം. നമ്മൾ പലരും ചർച്ച ചെയ്യുന്നത് യോഗി ബാബുവിനെ കുറിച്ചാണ്. പക്ഷേ മറ്റു 2 പേരും വേറെ തരത്തിലൊക്കെ വളരെ വലിയ ഹൈപ്പുള്ള താരങ്ങളാണ്. ഈ താരങ്ങൾ നടുക്ക് സിനിമയോടൊപ്പം ഞങ്ങളുടെ സിനിമ റിലീസ് ചെയ്യണമെന്നുള്ള അതിശക്തമായ തീരുമാനം ഞങ്ങളുടെ എൻ്റെ പ്രൊഡ്യൂസറിനായിരുന്നു. ആ പ്രൊഡ്യൂസറുടെ ശക്തമായ പിന്തുണ ഉണ്ടായപ്പോൾ, കാരണം ഒരു സിനിമയുടെ ആത്യന്തികമായ അവസാന വാക്ക് എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ കവിഞ്ഞ് ഒരാൾ പോലും മേലെയല്ല. എന്നാണോ മേലെയാവുന്നത് അന്ന് ആ ഇൻഡസ്ട്രി നശിക്കുമെന്നുള്ളതാണ്. ഇത് വ്യക്തി എന്നുള്ളതല്ല, ആ ഡെസിഗ്നേഷൻ. നമ്മളെല്ലായ്പ്പോഴും നമ്മളിവിടെ ഇരിക്കുന്നതിന് പോലുള്ള കാരണങ്ങൾ പോലും പ്രചോദനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നിദാനം എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. അതിൽ കവിഞ്ഞതായ ഏതൊരു സ്റ്റാർഡമിനെയും, അത് സാങ്കേതിക പ്രവർത്തകരാവട്ടെ അഭിനേതാക്കളാവട്ടെ, ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രോത്സാഹിക്കപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ സിനിമ എന്നേക്കുമായി നാശത്തിൻ്റെ സൂചനകൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന സൂചന, എൻ്റെ സിനിമയ്ക്ക് പ്രൊഡ്യൂസർ നൽകിയ ഒരു അന്യഭാഷ നാട്ടിൽ ചെന്നിട്ട് ഒന്നും അറിയാത്ത ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമ പൂർത്തിയാക്കി. ഇത്രയും ജൈജാൻറ്റിക് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോടൊപ്പം ഞങ്ങൾ സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. PVR ആണ് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുന്നത്. കേരളത്തിൽ ഗോകുലം ഗ്രൂപ്പിൻ്റെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള ഡ്രീം ബിഗാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ 2 നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കിട്ടിയെങ്കിലും വലിയൊരു റിസ്ക്കാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ആ ഒരു ഉദ്യമത്തിന് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ കേരളത്തിലും ഉണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.